എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം. ഞാൻ എവിടെ ഇരിക്കുന്നത് നോക്കണ്ട, എൻ്റെ വീട്ടിലാണ്. എൻ്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊരു സ്ഥലത്താണ് ഞാൻ ഇരിക്കുന്നത്. ഇവിടെ കോണി സ്റ്റെപ്പ്, ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഒരു കട്ടിനൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കാൻ ഭയങ്കര രസമാണ്. പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് റൂം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ പ്രായമുള്ള ഒട്ടുമിക്ക ചെറുപ്പക്കാർക്കും കാര്യമില്ലാതെയും പോയിരിക്കാൻ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. ആ സ്ഥലം ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, അറിയാത്തവരറിയണ്ട, അറിയുന്നവരും മിണ്ടണ്ട. ഓക്കെ, നമുക്ക് ഖത്തർ എയർവേസിലേക്ക് കുറച്ച് ജോലിയൊഴികൾ വന്നിട്ടുണ്ട്. കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചല്ല, ഒരുപാടധികം വേക്കൻസികളുണ്ട്. SSLC ഉള്ളവർക്ക് മുതൽ അപേക്ഷിക്കാൻ പറ്റുന്ന, യുവാക്കൾക്കും യുവതികൾക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരുപാടധികം ജോലിയൊഴികൾ. എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഖത്തർ എയർവേസിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണ്, അതിലേക്ക് ജോലി ലഭിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റുകൾ കിട്ടും, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കാണുക, ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക. ഇതുപോലെയുള്ള കൂടുതൽ ജോലി ഒഴിവുകൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. പിന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ 2 പോസ്റ്റർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇൻ്റർവ്യൂ നമുക്ക് ഈ വരുന്ന 30-ാം തീയതി വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ ഇത് മറ്റാരുടെയും നമ്പറല്ല, നമ്മുടെ തന്നെ നമ്പറാണ്. വാട്സപ്പിൽ നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചാൽ മതി, കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഖത്തർ എയർവേസ് എന്ന കമ്പനിയിലേക്ക് ജോലികൾ എന്തൊക്കെയാണെന്നതല്ല, ഈ ഒരു കമ്പനിയിൽ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടും എന്നുള്ളതും ഞാനൊന്ന് പറഞ്ഞു പോവാം. ഇവിടെ പറയേണ്ട ആദ്യത്തെ കാര്യം ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആണ്. നിങ്ങൾക്ക് വിസക്കൊന്നും യാതൊരു ചാർജ് ഉണ്ടാവില്ല. ഇതൊരു ഇൻ്റർനാഷണൽ കമ്പനിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 170-ലധികം രാജ്യങ്ങളിൽ കിടക്കുന്ന ഒരു കമ്പനിയാണ്. ഈ ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് ജോലി നേടാൻ കഴിഞ്ഞാൽ ടാക്സ് ഫ്രീ സാലറി കിട്ടും, അക്കോമഡേഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അക്കോമഡേഷൻ അലവൻസ് ഉണ്ടായിരിക്കും, ട്രാൻസ്പോർട്ടേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡിസ്കൗണ്ട്സ് നിങ്ങൾക്ക് കിട്ടും, അതായത് റീറ്റെയിൽ മേഖലയിലെ ഡിസ്കൗണ്ട്സ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ ഡിസ്കൗണ്ട്സ്, റെസ്റ്റോറൻറ്റ് മേഖലയിലെ ഡിസ്കൗണ്ട്സ്, കാര്യങ്ങളെല്ലാം ഈ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ പറയേണ്ട മറ്റൊരു കാര്യമാണ് ആനുവൽ ലീവ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് റിട്ടേൺ ടിക്കറ്റ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില പോസ്റ്റുകളിലേക്ക് ഖത്തർ എയർവേസ് അവരുടെ സ്റ്റാഫുകളുടെ ഫാമിലിക്കും ഈ ടിക്കറ്റ് കാര്യങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഡിസ്കൗണ്ട്സ് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ട്രെയിനിങ് ആവശ്യമുള്ളവർക്ക് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ട്രെയിനിങ്ങും ഈ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യും. പിന്നെ പറയേണ്ട ഒരു പ്രത്യേക കാര്യമാണ്, നിങ്ങൾക്ക് ഖത്തറിലാണ് ജോലി ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മറ്റേതെങ്കിലും GCC രാജ്യത്തേക്കാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അങ്ങനെ ജോലി ലഭിക്കുന്നതാണ്. പിന്നെ ഇതിൽ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അതായത് ഖത്തർ എയർവേസ് എന്നൊരു കമ്പനി, ഓക്കെ, ഈ ഒരു കമ്പനിയിൽ ജോലി നേടാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഷിഫ്റ്റിലും വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആളുകളായിരിക്കും. ചിലപ്പോൾ മോർണിംഗ് ഷിഫ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ ഹോളിഡേയ്സിൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ ആപ്റ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ, അതിനൊക്കെ ഓക്കെ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ മാത്രം ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. പിന്നെ പ്രായപരിധി കാര്യങ്ങളൊന്നും കമ്പനിയുടെ അറിയിച്ചിട്ടില്ല. ഞാൻ ഈ പറയുന്ന ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന വേക്കൻസികളിൽ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വേക്കൻസി ഉണ്ട്, ഫ്രഷർ ആയിട്ടുള്ള ആളുകൾക്കുള്ള വേക്കൻസി ഉണ്ട്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ള വേക്കൻസി ഉണ്ട്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേക്കൻസി ഉണ്ട്. പക്ഷേ ഇവിടെ പ്രായപരിധി കമ്പനി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രായപരിധി നിങ്ങൾ നോക്കണ്ട, എല്ലാ പ്രായത്തിലുള്ളവരും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. ഫ്രീ റിക്രൂട്ട്മെൻ്റ് അല്ലേ, അഥവാ നമുക്ക് മറ്റേ സിനിമയിൽ സലീം കുമാർ പറയുന്ന മാതിരി ബിരിയാണി കിട്ടിയാലോ. അപ്പോൾ അത് കളയണ്ട, നിങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ ഇതിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ, പ്രായമൊന്നും കണക്കാക്കണ്ട. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഏകദേശം 60ഓളം പോസ്റ്റുകളിലേക്കാണ് ഖത്തർ എയർവേസ് എന്ന കമ്പനിയിലേക്ക് ജോലി ഒഴിവുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്നത് ഖത്തർ എയർവേസ് എന്ന കമ്പനിയിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധയോടെ കേൾക്കുക. ബാക്കി കാര്യങ്ങൾ ഞാൻ ഇതിന് ശേഷം പറയാം. ഡ്യൂട്ടി എഞ്ചിനീയർ, സൈബർ സെക്യൂരിറ്റി മാനേജർ, ബാർടെൻഡർ, ബാരിസ്റ്റ, എയർപോർട്ട് സർവീസ് ഏജൻറ്റ്, റവന്യൂ മാനേജ്മെൻറ്റ് അനലിസ്റ്റ്, റിസർവേഷൻ ആൻഡ് ടിക്കറ്റിംഗ് ഏജൻറ്റ്, റിസർവേഷൻ കോർഡിനേറ്റർ, റിക്രൂട്ട്മെൻറ്റ് സ്പെഷ്യലിസ്റ്റ്, ഓഫീസ് ക്ലീനർ, ഹെൽപ്പർ, ടെക്നോളജി മാർക്കറ്റിംഗ് മാനേജർ, സൈബർ സെക്യൂരിറ്റി മാനേജർ, എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ, എയർക്രാഫ്റ്റ് എഞ്ചിനീയർ, അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ, ജൂനിയർ സോസ് ഷെഫ്, ജൂനിയർ ഓഫീസ് അസിസ്റ്റൻറ്റ്, ജൂനിയർ ബാരിസ്റ്റ, ഹോസ്റ്റസ്, ഫുഡ് ആൻഡ് ബിവറേജ് സൂപ്പർവൈസർ, ഫുഡ് ആൻഡ് ബിവറേജ് ടീം ലീഡർ, ഫുഡ് ആൻഡ് ബിവറേജ് പ്രൊജക്ട് ഓഫീസർ, ഫുഡ് സർവീസ് അസിസ്റ്റൻറ്റ്, എക്യുപ്മെൻറ്റ് സൂപ്പർവൈസർ, ഖത്തർ ഡ്യൂട്ടി ഫ്രീ മാനേജർ, വെയർ ഹൗസ് കോർഡിനേറ്റർ, കസ്റ്റമർ മാനേജർ, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ സ്പെഷ്യലിസ്റ്റ്, സൂപ്പർവൈസർ, ടെക്നിക്കൽ ലീഡർ, ടാക്സ് ആൻഡ് കംപ്ലയിൻസ് ഓഫീസർ, ടാലൻറ്റ് മാനേജർ, സ്പാ തെറാപ്പിസ്റ്റ്, സോസ് ഷെഫ്, ഷോപ്പ് സൂപ്പർവൈസർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, സീനിയർ സെയിൽസ് അസിസ്റ്റൻറ്റ്, സീനിയർ പബ്ലിക് റിലേഷൻസ് അസിസ്റ്റൻറ്റ്, സീനിയർ മാനേജർ, സീനിയർ ഫിനാൻഷ്യൽ അനലിസ്റ്റ്,
കാർഗോ ഓപ്പറേഷൻ ഏജൻറ്റ്, അക്കൗണ്ട് എക്സിക്യൂട്ടീവ്, എയർപോർട്ട് സർവീസ് ഏജൻറ്റ്, സീനിയർ അക്കൗണ്ടൻറ്റ്, ഷെഫ്, സെയിൽസ് അസിസ്റ്റൻറ്റ് എന്നീ പോസ്റ്റുകളിലേക്കാണ് ഖത്തർ എയർവേസ് എന്ന കമ്പനിയിലേക്ക് ജോലി ഒഴിവുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കുള്ള അവസരമുണ്ട്. അതേപോലെ തന്നെ +2 ഡിഗ്രി, മാസ്റ്റർ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കുള്ളൊക്കെ വേക്കൻസി ഉണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം. ഫ്രഷേഴ്സ് ആയിട്ടുള്ളവരാണെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണെങ്കിലും അവർക്കൊക്കെ പറ്റിയ വേക്കൻസി ഉണ്ട്. നമ്മൾ ഈ ഒരു ജോലികളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് തീർച്ചയായിട്ടും വീഡിയോയുടെ ലെങ്ത് കൂടും, നിങ്ങൾക്കും അടുപ്പ് വരും. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇതിലേക്ക് പ്രായപരിധി കാര്യങ്ങൾ കമ്പനി ഇവിടെ അറിയിച്ചിട്ടില്ല. അപ്പോൾ ഏത് പ്രായമുള്ളവരാണെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങാനും ബിരിയാണി കിട്ടിയാലോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു പോകാം. ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ജോലി ഒഴിവുകൾ എല്ലാം തന്നെ അവിടെ കാണാൻ കഴിയും. അവിടെ നിങ്ങൾക്ക് താല്പര്യമുള്ള ജോലി ഒഴിവ് ഏതാണോ അതിന് മുകളിലായിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ജോലിയെക്കുറിച്ചുള്ള A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. പക്ഷേ സാലറിയോ മറ്റു കാര്യങ്ങളൊന്നും, ഏജ് ലിമിറ്റൊന്നും കാണാൻ കഴിയാൻ സാധ്യതയില്ല. കാരണം അതെല്ലാം ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങളവിടെ കാണുന്ന താഴെയായിട്ട് കാണുന്ന അപ്ലൈ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളവിടെ ഒരു ഇമെയിലും ഒരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് അവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അവിടെ ഒരു ഫോം ഉണ്ടാകും. അത് ഫില്ല് ചെയ്ത ശേഷം ഒരു CV അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. അവിടെ നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്യുക. ഒരു കാര്യം എടുത്ത് പറയാം, ATS ഫ്രണ്ട്ലി CV തന്നെ അപ്ലോഡ് ചെയ്യുക. ATS അല്ലാത്ത ഒരു CV നിങ്ങൾ ആ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്യരുത്. ATS CV വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായ 9539121262 നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്കൊരു ATS CV നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. CV അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ CV സെലക്ഷൻ നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, ബ്രോ ഈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ സെലക്റ്റായി എങ്ങനെയാണ് അറിയാമെന്നുള്ളത്. നമുക്കാദ്യം CV സെലക്ഷൻ ആയിരിക്കും. നമുക്കല്ല, ഖത്തർ എയർവേസ് എന്ന കമ്പനി അവരുടെ സോഫ്റ്റ്വെയർ വെച്ചിട്ടായിരിക്കും CV കളക്ട് ചെയ്യുക. അതായത് ഇവർക്കൊരു ഡേറ്റ് ഉണ്ട്, ഒരു ക്ലോസിംഗ് ഡേറ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ആ ഒരു ക്ലോസിംഗ് ഡേറ്റ് കഴിഞ്ഞാൽ ഇവരെല്ലാം ചെക്ക് ചെയ്ത് CV കളക്ട് ചെയ്യും. CV കളക്ട് ചെയ്ത ശേഷം ഇത് അവരുടെ സോഫ്റ്റ്വെയറിൽ ഇട്ടിട്ട് ആ ഒരു ജോലിക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള CVs അവർ കളക്ട് ചെയ്യും. ശേഷം നമ്മൾ CV-യിൽ കാണിച്ചിട്ടുള്ള ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ID വഴിയായിരിക്കും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു സെലക്ഷനിൽ പല മാനദണ്ഡങ്ങളും ഉണ്ടാകും. തീർച്ചയായിട്ടും ഈ ഖത്തർ എയർവേസിലേക്ക് വന്നിട്ടുള്ള ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വേക്കൻസികളും ഓപ്പൺ വേക്കൻസിയാണ്. എല്ലാ രാജ്യക്കാർക്കും അപ്ലൈ ചെയ്യാം. എങ്കിലും ഇവർക്കൊരു മാനദണ്ഡം ഉണ്ടായിരിക്കും. ഇന്ന രാജ്യക്കാർക്ക് മുൻഗണന, അല്ലെങ്കിൽ ഈ ഒരു ജോലിയിലേക്ക് ഇന്ന രാജ്യക്കാർക്ക് മുൻഗണന, അങ്ങനെയുള്ള. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗൾഫിലെ ചില കമ്പനികൾ ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് പ്രത്യേകം ഒരു ഇത് കൊടുക്കാറുണ്ട്, കൂടുതൽ ജോലി അവസരം കൊടുക്കാറുണ്ട്. കാരണം നമുക്ക് വൃത്തിയുണ്ട്, അവർക്ക് മെയിനായിട്ടും വേണ്ടത് അതാണ്, വൃത്തിയുണ്ട്. പിന്നെ നമ്മൾ ഭാഷ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. പല കമ്പനികളും മലയാളികൾക്ക് വലിയ വില ഒന്നും കൊടുക്കുന്നില്ല. പണ്ട് പോയ ആളുകൾ പല കാര്യങ്ങളും അവിടെ ഒപ്പിച്ചുകൊണ്ട് കൊടുക്കുന്നില്ല. പക്ഷേ പണ്ട് പോയ കുറേ നല്ല ആളുകൾ ചെയ്തു വെച്ചതിൻ്റെ ഫലമാണ് ഇന്നും നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഗൾഫിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നതും. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾ CV സെലക്ഷൻ പാസ്സായി കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഇമെയിൽ വഴിയോ ഫോൺ വഴിയോ നമ്മുടെ കോൺടാക്ട് നമ്പർ വഴിയോ കോൺടാക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇമെയിൽ അയക്കും. അപ്പോൾ കോൺടാക്ട് നമ്പറിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിലവിൽ ഏത് രാജ്യത്താണോ ഉള്ളത്, എല്ലാ രാജ്യക്കാർക്കും അപേക്ഷിക്കാം, ഏത് രാജ്യത്തുള്ളവർക്കാണെങ്കിലും അപേക്ഷിക്കാം. നിങ്ങൾ നിലവിലുള്ള ഏത് രാജ്യത്താണോ ഉള്ളത് ആ ഒരു രാജ്യത്തിൻ്റെ കൺട്രി കോഡ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ കോഡ് +91 ആണ്. UAE ആണെങ്കിൽ +971 അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഏത് രാജ്യത്താണോ നിങ്ങളുള്ളത് ആ രാജ്യത്തിൻ്റെ കോഡ് വെച്ചിട്ട് വേണം നിങ്ങൾ മൊബൈൽ നമ്പർ ആഡ് ചെയ്യാൻ. കൂടാതെ ഇമെയിൽ ID-യും CV-യിൽ കാണിക്കണം. അപ്പോൾ ഇതുവഴിയാണ് സെലക്ഷൻ വരുന്നത്. CV സെലക്ഷൻ പാസ്സായി കഴിഞ്ഞാൽ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. നമുക്ക് ഇൻ്റർവ്യൂ അവർ വെച്ച് തരും. ആ ഇൻ്റർവ്യൂ പാസ്സാവണം. ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം കമ്പനി നോക്കിക്കോളും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ജോലിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ താല്പര്യമുള്ള യോഗ്യതയുള്ളവർ ഈ ഒരു അവസരം പാഴാക്കേണ്ട. ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആണ്. നിങ്ങൾക്ക് ₹1 പോലും ചിലവ് വരുന്നില്ല. ഒരു പക്ഷേ മെഡിക്കൽ കാര്യങ്ങൾക്കൊക്കെ എക്സ്പെൻസ് വരുമെന്നല്ലാണ്ട്, ഇവിടെ എക്സ്പെൻസ് വരുമെന്നല്ലാണ്ട് ടിക്കറ്റോ വിസയോ മറ്റു കാര്യങ്ങൾക്കൊന്നും നിങ്ങൾക്ക് എക്സ്പെൻസ് വരുന്നതല്ല.